സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന ബേസിക് സയൻസ് ഓണം എക്സാമിൻ്റെ ആൻസർ കീയാണ്. അതായത് 2026-27 അധ്യയന വർഷത്തെ ഓണം എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടീച്ചർ ഷോസ് ദ ഫോളോയിങ് പിക്ചർ കാർഡ്സ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ആസ്ക് ദ ചിൽഡ്രൻ ടു കാറ്റഗറൈസ് ദം വിത്ത് സ്യൂട്ടബിൾ ടൈറ്റിൽസ്. അപ്പോൾ ടീച്ചർ എന്താണ് ക്ലാസ് റൂമിൽ കുറച്ച് പിക്ചർ കാർഡ്സ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടികളോട് പറയുകയാണ് അത് കറക്റ്റായ രീതിയിൽ സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുത്ത് കാറ്റഗറൈസ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കി. ക്രെയിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ ചൈൽഡ് ഈസ് ഗിവൺ ബിലോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ, അവിടെ നോക്കിക്കേ ക്രെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ലിവിങ് തിങ്സ് എന്ന് എഴുതണം അല്ലേ, ലിവിങ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കാം നിങ്ങൾക്ക്? ലിവിങ് തിങ്സ് എന്ന് എഴുതി കൊടുക്കാം. ദെൻ നോൺ ലിവിങ് തിങ്സിൽ ക്രെയിൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് എഴുതാം നമുക്ക്? ഫ്രോഗ് എഴുതാലോ, ഫ്രോഗ് എന്ന് എഴുതാം. ദെൻ നോൺ ലിവിങ് തിങ്സിൽ ഏതൊക്കെ എഴുതാം? വാട്ടറും സ്റ്റോണും എഴുതാം അല്ലേ, വാട്ടറും സ്റ്റോണും. ഓക്കെ, ദെൻ ഫുഡ് കാസ്റ്റ് പ്രിപ്പയർഡ് ബൈ 2 children ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. ക്രോ ദെൻ ക്രിയേറ്റ്സ് ലൈനും കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്രോഡ് ഫുഡ് എന്താണ്? റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, ഫ്രൂട്ട്സ്. ദെൻ ക്രിയേറ്റ്സ് ലൈന് ഫുഡ്, സ്നേക്സ്, ലീവ്സ്, ഗ്രെയിൻസ്. അപ്പോൾ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫുഡ് കാർഡ്? എളുപ്പമല്ലേ, ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? ഫുഡ് കാർഡ് എ ആണല്ലേ. ഓക്കെ, ദെൻ പ്രിപ്പയർ എ ഫുഡ് കാർഡ് ഓഫ് എനി ക്രിയേച്ചർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്രിയേച്ചറിൻ്റെ ഫുഡ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കൗവിൻ്റെ പറയാം. ഫുഡ് എന്താണ്? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ക്രിയേച്ചർ എന്ന് എഴുതുക. ദെൻ എന്ത് ചെയ്യുക? കൗ എന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ചിത്രം വരച്ച് കൊടുക്കാവുന്നതാണ്. ദെൻ ഫുഡ് എന്തൊക്കെയാണ്? ഗ്രാസ്, ലീവ്സ്, സ്ട്രോ ഒക്കെ എഴുതാം അല്ലേ. ഓക്കെ, then next question നോക്കാം. Statement the increased or decrease in the number of an organism will severely affect the existence of a habitat. അതായത് ഒരു ജീവിയുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവോ കുറവോ എന്ത് ചെയ്യും? വാസസ്ഥലത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, then എവരി ഓർഗാനിസം ഇൻ എ ഹാബിറ്റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് അതർ ഫോർ ഫുഡ്. റീസൺ എന്താണ് അതിന് പറഞ്ഞിട്ടുള്ളത്? ഓരോ ഓർഗാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പരസ്പരം ഹാബിറ്റേറ്റിൽ ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, റീസണും ശരിയാണല്ലോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും ശരി? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് യെസ്. സ്റ്റേറ്റ്മെൻറ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ റീസൺ ഈസ് കറക്റ്റ് എന്നുള്ളതായിരിക്കും അല്ലേ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എന്നാവില്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻ്റ് ഈസ് ഓൺ ദ റൈസ്. എന്താണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ക്യാൻസർ ഒരു ദ നമ്പർ ഓഫ് ക്യാൻസർ പേഴ്സൺ ഇൻ ഓൺ ദ റൈസ് ഈസ് ക്യാൻസർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ക്യാൻസർ ഒരു സാംക്രമിക രോഗമാണോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ? അല്ലല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലല്ലോ, പകരുന്ന രോഗമല്ലല്ലോ. അതെന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണല്ലേ. അപ്പം നോ എന്ന് എഴുതാം. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻ ടു കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിളും കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് ക്ലാസിഫൈ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കോളറ കമ്മ്യൂണിക്കൽ ഡിസീസിൽ നമുക്ക് ഏതെഴുതാം? കോളറ, ട്യൂബർക്യുലോസിസ്. ദെൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ അൾസിമേഴ്സ്, എപ്പിലെപ്സി. ഇതൊക്കെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണല്ലേ. Okay, the next question. A child was diagnosed with jaundice. After a few days, his siblings was also diagnosed with the same disease. What is the name given to disease that spread from one person to another? Suggest the precaution to be followed to prevent the spread of such disease. എന്നാ പറയുന്ന ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായിട്ട് കണ്ടെത്തുകയാണല്ലേ. ഓക്കെ, ഡയഗ്നോസ്ഡ് വിത്ത് സെയിം ഡിസീസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം? അവൻ്റെ സഹോദരനും ഇതേ രോഗം ബാധിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സജസ്റ്റ് ദ പ്രിക്വേഷൻ ടു ബി ഫോളോഡ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് സച്ച് ഡിസീസ്. ഇത്തരം രോഗങ്ങൾ പകരുന്നത് തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ രോഗങ്ങൾ എന്താ പറയുക? കമ്മ്യൂണിക്കബിൾ ഡിസീസിലും കണ്ടാജിയസ് ഡിസീസസ് എന്ന് പറയുമല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ രോഗങ്ങൾ ഇങ്ങനെ പകരുന്നത്? ഡ്രിങ്ക് ഓൺലി ബോയിൽഡ് ആൻഡ് പ്യൂരിഫൈഡ് വാട്ടർ അല്ലേ. അതുപോലെ എന്ത് ചെയ്യുക? നമുക്ക് വാഷ് ഹാൻഡ്സ് ത്രൂലി ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ദെൻ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ ആൻഡ് കീപ് സറൗണ്ടിങ്സ് ക്ലീൻ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ 3A or B നോക്കാം നമുക്ക്.
I depend on a tree only for a habitat, but I do not take anything from it. What type of plant I am? ആമ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ വാസസ്ഥലത്തിനായിട്ട് മാത്രം ഒരു മരത്തെ ആശ്രയിക്കുന്നാൽ ഇതൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ ഏത് തരം സസ്യമാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് തരം സസ്യമാണ്? അത് എപ്പിഫൈറ്റ് ആണല്ലേ, എപ്പിഫൈറ്റ് ആണ്. ദെൻ റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ടോട്ടൽ പാരസൈറ്റ് പ്ലാന്റ്സ്. പൂർണ്ണപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാസ്കറ്റ് എഴുതാം, അതുപോലെ തന്നെ റെഫ്ലേഷ്യ ഒക്കെ എഴുതാം അല്ലേ. കാസ്കറ്റ് അല്ലെങ്കിൽ റെഫ്ലേഷ്യ. Then how do total parasite and semi parasite differ from intake of food? പൂർണ്ണ പരാഗ സസ്യങ്ങളും അതുപോലെ തന്നെ ഭാഗിക പരാഗ സസ്യങ്ങളും ആഹാരം സ്വീകരിക്കുന്നത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ടോട്ടൽ പാരസൈറ്റ്സ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് വാട്ടർ ആസ് ദ ലാക്ക് ഓഫ് ക്ലോറോഫിൽ. എന്താണ്? പൂർണ്ണ പരാഗങ്ങൾക്ക് എന്താണ്? ഹരിതകം ഇല്ലാത്തത് എന്ത് ചെയ്യും? ആഹാരത്തിനും വെള്ളത്തിനും പൂർണ്ണമായിട്ടും അതേ സസ്യത്തെ ആശ്രയിച്ചിരിക്കും അല്ലേ. ഇനി സെമി പാരസൈറ്റ് പ്രൊഡ്യൂസ് their own food using chlorophyll but absorb water and mineral from the host plant. പക്ഷേ ഭാഗിക പരാഗങ്ങൾ എങ്ങനെയാണ്? ഹരിതകമുള്ളതിനാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും അല്ലേ. പക്ഷേ ജലത്തിലും ലവണങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്യും? ആതിഥേയ സസ്യത്തെ ആശ്രയിക്കും ചെയ്യും. but absorb water and minerals from the host plant. Okay, the next question നോക്കാം. B question, classify the following plants into parasites and semi parasites and epiphytes. Prepare the table. ടോട്ടൽ പാരസൈറ്റ്സ് എഴുതണം, അതുപോലെ തന്നെ സെമി പാരസൈറ്റ്സും എപ്പിഫൈറ്റ്സും. ടോട്ടൽ പാരസൈറ്റ്സിൽ ഏതൊക്കെയാണ് വരിക? കാസ്കറ്റിംഗ് റെഫ്ലേഷ്യ എഴുതാം അല്ലേ. ദെൻ സെമിയിലോ ലൊറാന്തസും സാൻഡൽവുഡ് ട്രീയും എഴുതാം. ദെൻ എപ്പിഫൈറ്റ്സിൽ വാണ്ടയും ഓർക്കിഡും എഴുതാം അല്ലേ. വാണ്ട ആൻഡ് ഓർക്കിഡ്. Then all plants that grow on trees are not parasites. Write your opinion on this statement. എന്താ പറയുന്നത്? മരങ്ങളിൽ വരുന്ന എല്ലാ സസ്യങ്ങളും പരാഗങ്ങളല്ല. അപ്പോൾ റൈറ്റ് യുവർ ഒപ്പീനിയൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായമാണ് അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റ് ആണല്ലേ. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. Epiphytes like orchids and vanda grow on the trees only for shelter and support. ഓർക്കിഡ് അതുപോലെ തന്നെ വാണ്ട തുടങ്ങിയൊക്കെ എപ്പിഫൈറ്റുകൾ എന്തിനാണ്? അവരുടെ നിലനിൽപ്പിനും ഒരു ഷെൽട്ടറിനും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിനും വേണ്ടിയിട്ടാണല്ലോ അവർ മരത്തെ ആശ്രയിക്കുന്നത്. Then they do not absorb food or water from the host tree and prepare their own food. അവരെന്ത് ചെയ്യും? അപ്പോൾ അതേ സസ്യത്തിന് ആഹാരമോ ജലമോ ഒന്നും ഊറ്റിയെടുക്കുന്നില്ല, മറിച്ച് അവരെന്ത് ചെയ്യാണ്? they prepare their own food. അവരവരുടെ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട് അല്ലേ. Therefore all plants growing and trees are not parasite. അതുകൊണ്ട് തന്നെ എന്താണ്? all plants growing on trees, മരത്തിൽ വളരുന്ന എല്ലാ സസ്യങ്ങളും പാരാസൈറ്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രസ്താവന ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് റീസണും കൂടി എഴുതാം. Then read the news headlines എന്ന് പറഞ്ഞിട്ടുണ്ട്. The number of communicable diseases in increase in the state health department is on high alert. Prepare a poster on prevention of communicable diseases. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയുന്നതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോക്സൊക്കെ വരച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് എന്ത് എഴുതിയിട്ടുണ്ടാവും? പ്രിവെൻറ്റ് ഡിസീസസ്, പ്രൊട്ടക്റ്റ് ഹെൽത്ത് എന്ന് നമുക്ക് എഴുതാം. then എന്തൊക്കെ എഴുതാം? കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഡു നോട്ട് അലോ സ്റ്റാഗ്നന്റ് വാട്ടർ, then destroy mosquito breeding sites, drink only boiled water, then wash hands with soap frequently. അങ്ങനെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൾ മൈക്രോ ഓർഗാനിസം ആർ നോട്ട് ഹാംഫുൾ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്തല്ല? ഹാംഫുൾ അല്ല. ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്? ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതേ എന്ന് നമുക്ക് പറയാലോ. യെസ് അല്ലേ. അപ്പോൾ ഐ എഗ്രി. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസം ആർ ഹാംഫുൾ. എല്ലാ മൈക്രോ ഓർഗാനിസം എന്തല്ല? ഹാംഫുൾ അല്ലല്ലേ. മെനി മൈക്രോ ഓർഗാനിസം ആർ ബെനിഫിഷ്യൽ ആണല്ലേ. ഫോർ എക്സാമ്പിൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഹെൽപ്പ് ടേൺ മിൽക്ക് ഇൻ ടു കേർഡ്. ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്തുണ്ടാക്കുന്നുണ്ട്? അപ്പം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ടു കേർഡ്, ദെൻ ഈസ് യൂസ്ഡ് ഇൻ ബേക്കിംഗ് ബ്രെഡ് ആൻഡ് മെനി മൈക്രോബ്സ് ഹെൽപ്പ് ഡീകമ്പോസിങ് ഓർഗാനിക് വേസ്റ്റ് ആൻഡ് പ്രിപ്പയറിങ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? നമ്മൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ അപ്പം ഉണ്ടാക്കാൻ, അതുപോലെ ഈസ്റ്റ്, അവശിഷ്ടങ്ങൾ ഒഴുകി മണ്ണാക്കാൻ സഹായിക്കുന്ന ജീവകങ്ങൾ, ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്നവയിൽ ഉപകാരികളായിട്ടുള്ള എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണല്ലേ. അപ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസംസും ഹാംഫുൾ ആണെന്ന് പറയല്ലേ.
ഓക്കെ, അപ്പോൾ എന്താണ്? ഓൾ മൈക്രോ ഓർഗാനിസം ആർ നോട്ട് ഹാംഫുൾ. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല, ഹാനികരമല്ല. അപ്പോൾ ഈ പ്രസ്താവനയോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെന്ന് എഴുതാം അല്ലേ. യെസ് ഐ എഗ്രി എന്ന് എഴുതി റീസണും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ഫ്യൂ ഡിസീസസ് ആൻഡ് പാത്തോജൻസ് ആർ ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് പെയർ ആണല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ, കോവിഡ്-19 ബാക്ടീരിയ ആണ്. ദെൻ കോളറ വൈറസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ചിക്കൻ ബോക്സ് വൈറസ് ആണ്. ട്യൂബർക്കുലോസിസ് ഫംഗസ് എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? യെസ്, ചിക്കൻ ബോക്സ് വൈറസ് ആണ് അല്ലേ. ചിക്കൻ ബോക്സ് വൈറസ് എന്നുള്ളതാണ്. ദെൻ വിച്ച് പ്രോസസ് ഇലിസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. ഇത് ഏത് പ്രോസസ്സാണ്? അതെ, ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ. ഏതാണ്? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണമാണ്. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് നൈറ്റ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താ അവിടെ രാത്രി കാലങ്ങളിൽ സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിൻ്റെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റ് ഇൻ ദ പിക്ചർ. അപ്പോൾ ഇതിൽ എന്താണ് ഈ പ്രോസസ്സ്? എന്താണ്? റെസ്പിറേഷൻ ആണല്ലേ. റെസ്പിറേഷൻ ആണ്, ശ്വസനമാണല്ലേ. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് ഗ്യാസസ് എ ആൻഡ് ബി ഒന്ന് പുറത്ത് വിടുന്നതും ശ്വസിക്കുന്നതുമായിട്ടുള്ള അല്ലേ. അപ്പോൾ ശ്വസനം വാതകം എ ഏതായിരിക്കും? ഓക്സിജൻ ആയിരിക്കും അല്ലേ. ദെൻ ബി ഏതാണ്? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ listen the conversation between two children. Red spinach cannot make its own food because its leaves do not have green color. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഒരു കുട്ടി പറയാണ് റെഡ് സ്പിനാഷ് അല്ലേ. റെഡ് സ്പിനാഷ് എന്ത് ചെയ്യും? cannot make own food because its leaves do not have green color. I identify can red spinach also makes its own food. അപ്പോൾ ചൈൽഡ് 1 പറയുകയാണല്ലേ. വിച്ച് ചൈൽഡ് ഈസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത്. അപ്പം നിങ്ങൾ ഏത് കുട്ടിയുടേതാണ് എഗ്രി ചെയ്യുന്നതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം എന്താ പറയുന്നത്? ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു കോൺവെർസേഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേത് കുട്ടിയായിട്ടാണ് പറയുന്നതെന്ന് കറക്റ്റായിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, ദെൻ ആൻസർ 6th A or 6th B നോക്കിക്കേ. കംപ്ലീറ്റ് ദ ടേബിൾ കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ഡിസീസസ് ഓഫ് ദെയർ വെക്ടേഴ്സ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. രോഗവാഹകരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെങ്കു ഫീവർ ഏതായിരിക്കും വെക്ടർ എന്ന് പറയുന്നത്? മോസ്കിറ്റോ ആണല്ലേ. ഹൗസ് ഫ്ലീ നമുക്ക് ഡിസീസ് ഏത് എഴുതാം? കോളറ അല്ലെങ്കിൽ ടൈഫോയിഡ് ഒക്കെ എഴുതാം അല്ലേ. ദെൻ ലെപ്രസി വെക്ടേഴ്സ് ഏതാണ്? ഫ്ലീ ഏതാ? ടിക്ക് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ റൈറ്റ് 2 സജഷൻ ടു ബി പ്രസൻറ്റഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രൈ ഡേ. ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള, അതായത് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനായി ഡ്രൈ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് 2 നിർദ്ദേശങ്ങൾ, സജഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? സ്പെഷ്യൽ ഹെൽത്ത് ഡേയ്സ് ബിൽഡ് അവയർനെസ് എബൌട്ട് പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കൽ ഡിസീസ് എമംഗ് സ്റ്റുഡൻസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ രോഗപ്രതിരോധത്തെക്കുറിച്ചിട്ടും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചിട്ടൊക്കെ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾ സഹായിക്കും അല്ലേ. ദെൻ ദേ മോട്ടിവേറ്റ് എവരി വൺ ടു ക്ലീൻ ദെയർ സറൗണ്ടിങ്സ് ആൻഡ് അഡോപ്റ്റ് ഹെൽത്ത് പേഴ്സണൽ ഹാബിറ്റ്സ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വമൊക്കെ പാലിക്കാൻ എല്ലാവരെയും എന്ത് ചെയ്യും? ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ എല്ലാവരെയും അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാത്തജൻസ് എൻ്റർ ദെൻ ഹ്യൂമൻ ബോഡി ത്രൂ വെക്ടേഴ്സ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഡിസീസ് ടെറ്റനസ് ഉണ്ട്. ദെൻ ഹൗ ഇറ്റ് സ്പ്രെഡ്സ്. ടെറ്റനസ് ത്രൂ വൂൺസ് ഓർ കട്ട്സ് ഇൻ ദ സ്കിൻ അല്ലേ. ദെൻ മീൽസോ ത്രൂ എയർ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ടൈഫോയിഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് അല്ലേ. ദെൻ എയ്ഡ്സ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. ദെൻ വാട്ട് ആർ ദ പ്രിക്വേഷൻ ടു ബി ടേക്കൺ ടു കൺട്രോൾ വെക്ടേഴ്സ്. വാട്ട് ആർ ദ പ്രിക്വേഷൻ ടു ബി ടേക്കൺ ടു കൺട്രോൾ വെക്ടേഴ്സ്. അതായത് രോഗവാഹകരെ നിയന്ത്രിക്കുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ചെയ്യാം? ഡു നോട്ട് അലോ വാട്ടർ ടു സ്റ്റാഗ്നന്റ് ഇൻ സറൗണ്ടിങ് ഏരിയാസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. കൊതുകുകൾ പെരുകുന്നത് തടയാൻ ചുറ്റുവട്ടത്തുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ദെൻ നെക്സ്റ്റ്, കീപ് ഫുഡ് കവേർഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഹൗസ് ഫ്ലൈസ്. ഈച്ചകൾ വന്നിരിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? ആഹാര സാധനങ്ങളൊക്കെ എപ്പോഴും അടച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ. തന്നിട്ടുള്ളതിൽ ഏതാണ് വെക്ടർ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, മോസ്കിറ്റോ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് വെക്ടർ എന്ന് പറയുന്നത്? രോഗവാഹകർ ഏതാണ്? മോസ്കിറ്റോ ആണല്ലേ. ഇതിൽ തന്നിട്ടുള്ളതിൽ രോഗവാഹകർ ആരാണ്? വെക്ടർ ഏതാണ്? മോസ്കിറ്റോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം കൂട്ടുകാരെ? എളുപ്പമായിരുന്നല്ലേ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.